ഹലോ ഗൈസ്, ഇന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തു പോവാണ്. അപ്പൊ എപ്പോഴും ഇടുന്ന പോലത്തെ ജീൻസ് ടോപ്പ്. ബേസിക്കലി സെലക്ഷന്റെ കാര്യത്തിൽ ഞാനൊരു വട്ടപൂജ്യമാണ്. ഈവൻ ദോ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഫുൾ സ്കേർട്ട് ആൻഡ് ടോപ്പ് ട്രൈ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലിരിക്കുകയാണ്. സോ ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് കൺഫേം ടോപ്പിന്റെ കൂടെ ഒരു വൈറ്റ് സ്കേർട്ടാണ് പെയർ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നല്ല രസമുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇട്ടിട്ട് ഒന്ന് സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്യാം. കുറച്ച് ആക്സസറീസ് ഒക്കെ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബിഫോർ ഞാൻ എന്റെ മുടി ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതെങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളത് സ്ട്രെയിറ്റ്നറിനും എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ പോണില്ല, ബിക്കോസ് എൻ്റെ കയ്യിൽ അങ്ങനെ പ്രോപ്പർ ഹെയർ സംഭവങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് സ്ട്രെയിറ്റ്നറും ഒരു ഹെയർ സിറവും വെച്ച് ഒപ്പിച്ചതാണ്. ബട്ട് പ്രോപ്പർ കേൾസ് ഒന്നും അല്ലാതെ ഒരു മെസ്സി രീതിയിൽ. ഐ ലൈക്ക് ഇറ്റ്, കൊള്ളാം. ഓക്കെ, ഞാൻ റെഡിയായി. കുപ്പിവള ഇട്ടു, ഒരു ഓക്സിഡൈസ് കമ്മലിട്ടു. ആൻഡ് ദ ലുക്ക് ലൈക്ക് ഇങ്ങനെ. ഇതാണ് എൻ്റെ സ്കർട്ട്. കൊള്ളാം അല്ലേ? കുഴപ്പമില്ല. മേക്കപ്പ് ഒക്കെ ചെയ്തു, കണ്ണൊക്കെ എഴുതി, പൊട്ട് വെച്ചില്ല. ഞാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഡ്രസ്സൊന്നും മാറിയായിരുന്നു, ബിക്കോസ് അത് കുറച്ച് കൂടുതൽ ടൈറ്റായ പോലെ തോന്നിയപ്പോൾ എനിക്ക് ഇച്ചിരി ഡിസ്കംഫർട്ടായിരുന്നു. അങ്ങനെ മാറിയിട്ടാണ് ഇറങ്ങിയത്. ഫൈനലി ഹൈഡ് പാർക്ക്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, വാട്ടർഫോൾ പോലെ ഒരു സംഭവമുണ്ട്. പക്ഷേ ഈ വെള്ളം ഒട്ടും നീറ്റല്ല, കുറേ മീൻ ചത്തു പോയായിരുന്നു. അവിടെ ഒരു പാർക്കുണ്ട്. ആൻഡ് ഇവിടെ ഒരു ലേക്കും അതിൽ കുറേ ബോട്ടിങ്ങും ഉണ്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ നിന്നാകെ 25 മിനിറ്റ്സ് ട്രെയിനേ ഉള്ളൂ. എന്നിട്ട് എന്താ അല്ലേ, ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ. കണ്ടോ, ആൾക്കാരൊക്കെ എങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നൊരു റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നൈസാണ്. നേരത്തെ ഇട്ട് ഡ്രസ്സ് കൈ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാനതൊന്ന് മാറി. അതെടുത്തിട്ടുണ്ട്, ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ സെറ്റാക്കാം. നല്ല രസമല്ലേ, ഒരു ആർട്ടിഫിഷ്യൽ കുട്ടി വാട്ടർഫോളൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, സംഭവം ലണ്ടൻ്റെ ഒത്ത നടക്കാൻ, അതായത് ഹൃദയഭാഗം എന്ന് പറയുന്നത് പക്ക പോഷ് ടൗൺ ഏരിയക്കകത്താണ് ഇത്രയും നല്ലൊരു സെറ്റപ്പ് അവർ ചെയ്തേക്കുന്നത്. ഇത്രയും നല്ലൊരു സെറ്റപ്പ് ലണ്ടൻ്റെ ബെസ്റ്റ് പാർട്ടിലാണ് അവർ ചെയ്തേക്കുന്നത്. കിടലല്ലേ? Okay. Oh yes, we're about to get it started. If you want, I'm gonna show them a little example. Here we go. What's your? Yeah. Wait, hey, no. Your loving hand out, baby. When you mix it, you cannot stop like this. You're gonna hurt the nipples. Here we go. When you mix it, go crazy. People, thank you so much. You're amazing. Keep shining. No, there we go. He's like, അതൊരു സ്ട്രീറ്റ് ഷോ ആയിരുന്നു ട്രഫാങ്കൽ സ്ക്വയറിൽ. നല്ല രസമുള്ള പ്രോഗ്രാമായിരുന്നു, കുറേ ആൾക്കാരൊക്കെ കൂടി. അതൊക്കെ കണ്ടു. ഒരു ഈവനിങ് ടൈമാണ്. പിന്നെയും അവിടെ നിന്ന് കുറച്ചുകൂടെയൊക്കെ നടന്ന് അങ്ങനെ സ്ഥിരം സ്പോട്ടായ വെസ്റ്റ് മിനിസ്റ്ററിലെത്തിയപ്പോൾ ഇതെങ്ങനെ കുറച്ച് ഷോസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് തുടങ്ങിയാലും ലാസ്റ്റ് ഇവിടെ തന്നെ വന്ന് നിൽക്കും. സ്റ്റാർട്ട് ചെയ്തത് ലണ്ടൻ നൈറ്റ്സ് ബ്രിഡ്ജ് സ്റ്റേഷൻ്റെ അടുത്തുനിന്നാണെങ്കിലും ദയവന്ന് എൻഡ് ചെയ്തേക്കുന്നത് ലണ്ടൻ വെസ്റ്റ് മിനിസ്റ്ററിലാണ്. അങ്ങനെ ഗോൾഡൻ അവർ ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ആ ബോട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഊബർ ബോട്ട്സ് ആണ്, ലൈക്ക് അറൌണ്ട് 5-10 pounds ആണ് അതിന്. ഒരു നല്ല ലോങ് ട്രിപ്പ് കിട്ടും. ആൻഡ് എല്ലാം